SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഡിഗ്രി, PG തലങ്ങളിലൊക്കെ ഉന്നത മാർക്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു സ്കോളർഷിപ്പിന്റെ പ്രത്യേകതകൾ, ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്ന് വരെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് മൈനോറിറ്റി വെൽഫെയറിന് അണ്ടറിൽ കൊടുത്തു വരുന്ന ഒരു സ്കോളർഷിപ്പാണ്. മൈനോറിറ്റി വെൽഫെയറിന് അണ്ടറിൽ കുറേ അധികം മറ്റ് സ്കോളർഷിപ്പുകൾ നൽകി വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്, മദർ തെരേസ സ്കോളർഷിപ്പ്, CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് തുടങ്ങി മറ്റനേകം സ്കോളർഷിപ്പുകളും മൈനോറിറ്റി വെൽഫെയർ മെറിറ്റോറിയസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നുണ്ട്. ഈ പറയുന്ന സ്കോളർഷിപ്പ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് SSLC, VHSC, HSC, അതായത് SSLC 10ാം ക്ലാസ്സിലുള്ള പരീക്ഷ, VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി +2 പരീക്ഷ, ഹയർ സെക്കൻഡറി +2 പരീക്ഷ, ഈ പരീക്ഷകളിൽ ഫുൾ A+ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വൺ ടൈം ഗ്രാൻഡ് ആയിട്ട് 10,000 rupees ആണ് നൽകി വരുന്നത്. റൈറ്റ്. ഇനി ഡിഗ്രി തലത്തിൽ 80% സെക്യൂർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 15,000 rupees വൺ ടൈം ഗ്രാൻഡ് ആയിട്ട് ലഭ്യമാകുന്നതാണ്. PG തലത്തിൽ 75% സെക്യൂർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കും 15,000 വൺ ടൈം ഗ്രാൻഡ് ആയിട്ട് ഒറ്റ പ്രാവശ്യം മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പ് ലഭ്യമാകൂ എന്നുള്ളത് സർക്കുലർ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളും പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട് ഡിസ്കസ് ചെയ്യാം. ദ അപ്ലിക്കന്റ് മസ്റ്റ് ബി എ പെർമനന്റ് സിറ്റിസൺ ഓഫ് കേരള, കേരളത്തിൽ നിന്നുള്ള ആളായിരിക്കണം. റൈറ്റ്. ഹാവ് എ ബാങ്ക് അക്കൗണ്ട് ഇൻ ഹിസ് ഓർ ഹെർ നെയിം, അതായത് വിദ്യാർത്ഥിയുടെ പേരിൽ തന്നെയുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്ന് ചുരുക്കം. ബിലോങ് ടു എ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ ബിലോങ് ചെയ്യുന്ന ആളായിരിക്കണം അദ്ദേഹം. ആൻഡ് മസ്റ്റ് ബി സ്റ്റഡിങ് ഇൻ എനി ഗവൺമെന്റ് സ്കൂൾ, ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന ആളായിരിക്കണം. റൈറ്റ്. ദ ആനുവൽ ഇൻകം ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഫാമിലി മസ്റ്റ് ബി INR 8 lakh per year, ഒരു വർഷം 8 ലക്ഷം ആണ് വരുമാന പരിധിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അതിന് താഴെയുള്ള ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. പ്രിഫറൻസ് ടു BPL കാറ്റഗറി, BPL കാറ്റഗറിയിലുള്ള ആളുകൾക്കായിരിക്കും പ്രിഫറൻസ് നൽകുക എന്നുള്ളതും പ്രസ്താവനയിൽ പറയുന്നു. ഹൗ ടു അപ്ലൈ, ഈ പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. www.minorityWelfare.kerala.gov.in, താഴെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 26 ആണ്. ആരും മറന്നു പോകരുത്, പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുവാൻ മറക്കരുത്. ഇനി സർക്കുലറിൽ നിന്നുള്ളൊരു സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അപേക്ഷിക്കേണ്ട രീതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വെബ്സൈറ്റിൽ സന്ദർശിച്ചുകൊണ്ട് ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു വിൻഡോ നമുക്ക് ലഭ്യമാകുന്നതാണ്. മറ്റ് സ്കോളർഷിപ്പിനായി മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ വെച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ മൈനോറിറ്റി വെൽഫെയറിന് കീഴിൽ നൽകി വരുന്ന കുറെ അധികം സ്കോളർഷിപ്പ് ഉണ്ടല്ലോ, അത് ഏതെങ്കിലും സ്കോളർഷിപ്പ് ലഭ്യമാകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉള്ള ലോഗിൻ ക്രെഡൻഷ്യൽസ് വെച്ചുകൊണ്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ ഫോമിൽ തന്നിരിക്കുന്ന എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, രജിസ്ട്രേഷൻ നമ്പർ, റോൾ നമ്പർ, 10ാം ക്ലാസ്സിൽ രജിസ്റ്റർ നമ്പർ നൽകുക. പേഴ്സണൽ ഡീറ്റെയിൽസ്, സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് തുടങ്ങിയ ടാബുകളിൽ വരുന്ന ഫീൽഡുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകിയാൽ മതി. അപ്ലോഡ് ഡീറ്റെയിൽസ് ടാബ് എന്ന് പറയുന്ന ടാബിൽ പോയാൽ ഫോട്ടോ, സിഗ്നേച്ചർ, SSLC സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് കോപ്പി എന്നിവ 100 KBയിൽ താഴെയാക്കി അപ്ലോഡ് ചെയ്യണം. എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്താൽ മാത്രമേ രജിസ്ട്രേഷൻ പ്രോസസ് പൂർത്തിയാക്കി പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. സ്കോളർഷിപ്പിനായി അപേക്ഷ അമർച്ച ശേഷം വ്യൂ അല്ലെങ്കിൽ പ്രിന്റ് അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ പറയുന്ന അപ്ലിക്കേഷൻ ഫോർമാറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സാം വൈ ലേണിംഗിന്റെ കരിയർ അപ്ഡേറ്റ്സ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ പരമാവധി പേർക്ക് പാസ് ചെയ്യുക. December 26 എന്ന് പറയുന്ന തീയതി ആവാനായിട്ടുണ്ട്. അപ്പോൾ മറക്കരുത്, എത്രയും പെട്ടെന്ന് പരമാവധി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ലഭ്യമാകട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ബൈ.